Hello. Welcome to market discussion of the day. Today, 21st of July 2025. Monday ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വീക്കിൽ നമ്മുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ന്യൂസുകൾ വരുന്നുണ്ട്, അതേപോലെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് എന്തൊക്കെ ന്യൂസുകൾ വന്നു, എന്തൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ന്യൂസുകൾ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞു പോകുന്നത്. സോ ഈ ആഴ്ച നമ്മൾ അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് അറിയാം അല്ലേ, എല്ലാ ചൊവ്വാഴ്ചയും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇന്നും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നാളെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടായിരിക്കും നമ്മളുടെ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു 4 ദിവസത്തെ ക്രാഷ് കോഴ്സാണ്. ഒരു ബേസിക് ലെവലിലുള്ള ഒരു കോഴ്സാണ്. ബേസിക് ലെവലിൽ പഠിക്കണം എന്നുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് 4 ദിവസവും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ നമ്മളുടെ ഈ ആഴ്ചത്തെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നേരെ പോവുകയാണ്. നമ്മൾ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസിന് മുന്നേ ആയിട്ട് പൊളിറ്റിക്കലി കുറേ ന്യൂസുകൾ വീക്കെൻഡിൽ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, US പ്രസിഡന്റ് ക്രിപ്റ്റോ അസറ്റുകൾ ലീഗലൈസ് ചെയ്യണം എന്ന് നേരത്തെ പുള്ളിക്കാരൻ പ്രസിഡന്റ് ആയ സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ക്രിപ്റ്റോ ഹബ്ബ് US-ലോട്ട് മാറണം. ഓക്കെ, അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ലീഗലൈസേഷൻ വേണം, പ്രോപ്പറായിട്ടൊരു ബോഡി ഉണ്ടാവണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഒരു തീരുമാനം അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് പല രാജ്യങ്ങളിലോട്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ക്രിപ്റ്റോയുടെ ക്രിപ്റ്റോയുടെ രാജാവ് US ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ലീഗലൈസേഷൻ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന് പ്രോപ്പർലി ഒരു ബാക്കിങ്ങും ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ വന്നിട്ടുള്ളത്. ഓക്കെ, സോ അത് നമ്മളിപ്പം ഓൾറെഡി US നിന്ന് വന്നു. അത് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് എന്തായിരിക്കും അതിൻ്റെ റെസ്പോൺസ് എന്നുള്ള കാര്യം നമ്മൾ വെയിറ്റ് ചെയ്യുക. പെട്ടെന്നൊരു ന്യൂസ് കേട്ടിട്ട് നമ്മൾ ചാടിപ്പുറപ്പെട്ട് ഒരു തീരുമാനം എടുക്കുകയല്ല വേണ്ടുന്നത്. അത് ബാക്കിയുള്ള കൺട്രീസിൽ നിന്ന് എന്താണ് അതിനകത്ത് അവരുടെ ഭാഗത്ത് നിന്ന് എന്താണ് വരാനായിട്ടുള്ള തീരുമാനങ്ങൾ, അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ചർച്ചകൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചതിന് ശേഷം മാത്രം നമ്മളൊരു തീരുമാനത്തിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ അതേപോലെ ജപ്പാൻ്റെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ഭൂരിപക്ഷം ഇല്ലാണ്ടായിട്ടുണ്ട്. സോ അത് ബേസിക്കലി അതെങ്ങനെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും? ജപ്പാൻ മാർക്കറ്റിൽ ഇപ്പോൾ തൽക്കാലം അങ്ങനെ നോർമലി വരുമ്പോൾ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടി റെസിഗ്നേഷൻ ചെയ്ത് പോവുകയാണ് നോർമലി നടക്കുന്ന ഒരു കാര്യം. പക്ഷേ അവരിപ്പോൾ US നിന്ന് വരുന്ന താരിഫും കാര്യങ്ങളും അനൗൺസ്മെൻറ്റും ഒക്കെ ഒരു തീരുമാനമായതിനു ശേഷം മാത്രം റെസിഗ്നേഷനിലോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് ആക്ച്വലി ജപ്പാനിൽ നിന്ന് വന്നിട്ടുള്ള മെയിനായിട്ടുള്ളൊരു ന്യൂസ്. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ് വന്നത് പാൻഡമിക് സമയത്തായിരുന്നു, ഓൺലൈനായിട്ടൊക്കെ ആയിരുന്നു. ആ ഒരു സമയത്ത് ആക്ച്വലി ഈ വാക്സിൻസ് കണ്ടുപിടിക്കാനായിട്ട് പല രാജ്യങ്ങളും കണ്ടുപിടിച്ചിട്ടുള്ള വാക്സിൻസ് ഒരു ബിസിനസ്, ഓരോ കമ്പനികളുടെ ബിസിനസ്സുകളുടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് വാക്സിൻസ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഗവൺമെൻറ് ആയിരുന്നു ആക്ച്വലി. സോ എന്നിരുന്നാലും അവർക്ക് ഈ വട്ടം ഭൂരിപക്ഷം പോയി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അത് എന്തായിത്തീരും, അത് പുതിയ ഗവൺമെൻറ് എന്താകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ താരിഫിൻ്റെ അനൗൺസ്മെൻറ്റിന് ശേഷം മാത്രം തീരുമാനിക്കാം. അവർ തൽക്കാലം റിസൈൻ ചെയ്യുന്നില്ല. അത് ചിലപ്പോൾ ജപ്പാനിൽ JPY നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 148 എന്ന് പറയുന്ന സപ്പോർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഈ ഒരു ന്യൂസ് കാരണം ചിലപ്പം JPY താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയും നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇന്ന് ജാപ്പനീസ് യെൻ മാത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 148.81 അവസാനിച്ച കഴിഞ്ഞ വീക്കിൽ ക്ലോസിംഗ് ആയിരുന്നു JPY. ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തത് 147.82 ഓക്കെ, സോ അത് വീണ്ടും പിന്നെ രാവിലെ അത് മുകളിലോട്ട് പോവുകയും ചെയ്തു. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അത് കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഓക്കെ,
ഇതാണ് ബേസിക്കലി നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഉള്ള ന്യൂസ്. ഈ ആഴ്ചത്തെ നമ്മളുടെ എന്താ പറയുക, എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ വരുമ്പോൾ ഈ ആഴ്ച കംപ്ലീറ്റ്ലി നമുക്കൊരു ടെക്നിക്കൽ വീക്കായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇന്ന് ഈ ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ US സെഷനിൽ നടക്കും. അതായത് ഇന്ത്യൻ ടൈമിംഗ് 6:30-ക്ക് ശേഷം വളരെ ജാഗ്രതയോടെ മാർക്കറ്റിനെ സമീപിക്കുക. കാരണം വലിയ വോളറ്റാലിറ്റി ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. നാളെ നമുക്ക് മെയിനായിട്ടുള്ള ന്യൂസ് GBP ഇന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. UK ടൈമിംഗ് 10:15-നാണ്. ഞാൻ ഈ UK ടൈമിംഗ് എന്ന് പറയുമ്പം ഇപ്പോൾ സമ്മറാണ് UK-യിൽ. ഇവിടുന്ന് 4.5 മണിക്കൂർ വ്യത്യാസം ആണ് ഇന്ത്യൻ ടൈമിങ്ങിനുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ 10 മണി എന്ന് പറയുമ്പോൾ അവിടെ 2:30 മണിയാണ്. അപ്പോൾ 10:15 എന്ന് പറയുമ്പോൾ അവിടെ 2:45-നാണ് ഈ ന്യൂസ് വരുന്നത്. അതേപോലെ ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഫെഡ് ചെയർ സ്പീച്ചുണ്ട്, ഫെഡ് ചെയർ പവൽ സ്പീച്ചുണ്ട്. ഈ പവലിൻ്റെ സ്പീച്ചൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. കാരണം ഉറപ്പായിട്ടും ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങളുടെ സൈഡിൽ നിന്ന് പവലിനുണ്ടാകും. അതിന് പുള്ളിക്കാരൻ എങ്ങനെയായിരിക്കും മറുപടി പറയുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അത് ഉറപ്പായിട്ടും ബെയ്ലിയുടെ സ്പീച്ചിനകത്തുനിന്നും അതിനുശേഷം രാത്രി 6 മണിക്ക് ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചും ഉണ്ടാവും. അത് യൂറോ സോണിൽ നിന്ന് എന്തായിരിക്കും അവിടുന്ന് വരുന്ന എന്താ പറയുക ഇതിന് ഉറപ്പായിട്ടും അതിനകത്തും ചോദ്യങ്ങളുണ്ടാവും. അപ്പം ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട് ട്രേഡിങ്ങിൽ. കാരണം അതാണ് ഞാൻ പറയുന്നത്, തിങ്കളും ചൊവ്വയൊക്കെ ഈ വീക്കെൻഡിൽ, ഈ ഒരു സമയത്ത് വീക്കെൻഡിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ന്യൂസുകൾ വരുന്നത് കൊണ്ട് തിങ്കളും ചൊവ്വയൊക്കെ ഒന്ന് മാറി നിന്നിട്ട് ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ട്രേഡ് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, സോ നേരെ നമ്മൾ ബുധനാഴ്ച നോക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഉണ്ട്. വലിയ വോളറ്റാലിറ്റി ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റിയുള്ള ന്യൂസ് അല്ല. ഓക്കെ, അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് അറിയാം, ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ളൊരു കാര്യം അല്ലേ. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ന്യൂസ് വന്നപ്പോൾ എന്താ സംഭവിച്ചത് കഴിഞ്ഞ ആഴ്ച? ഏത് ക്യാൻഡിലായിരുന്നു? 16-ാം തീയതി ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിൽ 16-ാം തീയതി കഴിഞ്ഞ ബുധനാഴ്ച 3320 നിന്നുകൊണ്ടിരുന്ന ക്യാൻഡിൽ ഒറ്റയടിക്ക് 3378 വരെ പോയി. ഓൾമോസ്റ്റ് $50-60 ഒരു മുകളിലോട്ട് പോവുകയുണ്ടായി ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് വന്നപ്പോൾ. അത് നമ്മൾ അതിൻ്റെ റീസണൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. OPEC പ്ലസ് കൺട്രീസ് എന്താ പറയുക, ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിനെ ബേസ് ചെയ്ത് കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസ് വന്നപ്പോൾ അത് വളരെ വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കി എന്നുള്ളൊരു കാര്യം. പക്ഷേ ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടില്ല. സ്റ്റേബിൾ ആയിട്ടൊരു ചേഞ്ച് എന്നുള്ള ഒറ്റ ക്യാൻഡിൽ മുകളിലോട്ട് പോയി, പിന്നീട് താഴോട്ട് പോയി, വീണ്ടും വന്ന് 3330 വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം വെള്ളിയാഴ്ച 3360 വരെ പോയിട്ടുണ്ട് അല്ലേ. സോ ഇതെല്ലാം കൂടെ നമ്മൾ ബന്ധപ്പെടുത്തി വേണം നമ്മൾ നോക്കി കാണാൻ എന്നുള്ള കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്, നമുക്ക് വ്യാഴാഴ്ച പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും തന്നെ ഇല്ല. ECBയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. അത് യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ ജാഗ്രതയോടെ തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. അത് ഉച്ചയ്ക്ക് 1:15-നാണ്. അതിനുശേഷം 1:30-ക്ക് എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. ന്യൂ ഹോം സെയിൽസ് ഉണ്ട് 3 മണിക്ക്. ഇതൊന്നും ചെറിയൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കും എന്നല്ലാതെ വലിയൊരു മാറ്റങ്ങളൊന്നും മാർക്കറ്റിൽ ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റിയുള്ള ശക്തിയുള്ള ന്യൂസുമല്ല. വെള്ളിയാഴ്ച ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് ഉണ്ട് 1:30 മണിക്ക്. സോ ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ്, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ന്യൂസ്. ഇതിനകത്ത് ഒരു ദിവസം പോലും മാറി നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം പോലും മാറി നിൽക്കണം എന്നുള്ളൊരു അവസ്ഥയില്ല. പക്ഷേ പൊളിറ്റിക്കലി ഇതിനെ ക്രിപ്റ്റോയെ ബേസ് ചെയ്യുന്ന ന്യൂസുകൾ ഉറപ്പായിട്ടും മാർക്കറ്റിനെ നല്ല രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യും. ഉറപ്പായിട്ടും JPYയിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മാറ്റം ഉറപ്പായിട്ടും ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പോൾ JPY ഞാൻ പറഞ്ഞതുപോലെ 147.825 ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് പോലും. ഓക്കെ, അതായത് വീക്ക്ലി ഓപ്പണിംഗ് മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് 148 താഴെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 148 അവിടുന്ന് ബൈ എടുത്ത് മുന്നോട്ട് പോകാമെന്ന്. പക്ഷേ
ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എനിക്കത് അത് 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 മാറ്റി പറയേണ്ടിയിരിക്കുന്നു. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക വീണ്ടും. കാരണം മൂവിങ് ആവറേജ് 100-ൻ്റെയും താഴെയാണ് JPY ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ചിലപ്പം ഇപ്പം 148.11 നമ്മൾ മേടിക്കണം എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുന്നു മാർക്കറ്റ്. ഓക്കെ, UK ടൈമിങ്ങിന് UK ഓപ്പണിങ്ങിന് പോലും UK ഓപ്പണിംഗ് യൂറോപ്പ് ഓപ്പണിംഗ് 148-ൻ്റെ മുകളിലായിരുന്നു. അതിന് തൊട്ടടുത്ത ക്യാൻഡിൽ 148-ൻ്റെ താഴെയായിരുന്നു. അപ്പം അവിടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഒന്നും കൂടെ 148-ൻ്റെ താഴെ ആയിട്ടാണ് ഇന്ന് അവസാനിക്കുന്നതെങ്കിൽ ചിലപ്പം ദാറ്റ്സ് എ പോസിബിലിറ്റി, ദാറ്റ്സ് എ സൈൻ ദാറ്റ് മാർക്കറ്റ് വിൽ ബി ഗോയിങ് അഗെയിൻ ടു 142, റൈറ്റ്? സോ 142 വീണ്ടും പോകാനായിട്ടുള്ളൊരു കാര്യമാണോ? ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിനകത്തൊക്കെ ഒരു സ്റ്റെബിലിറ്റി ആയതിനു ശേഷം മാത്രമാണോ ഇനി മുകളിലോട്ട് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അൺസർട്ടനിറ്റി ഇൻ ജപ്പാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടിട്ട് ജപ്പാൻ JPYയുടെ റേറ്റ് താഴാനായിട്ടുള്ള പോസിബിലിറ്റിയും കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം തീരുമാനമെടുത്ത് പോവുക. തൽക്കാലം ഇന്നത്തെ ദിവസം JPYയിൽ നിന്ന് മാറി നിൽക്കുക. ജപ്പാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് പോലും കലണ്ടർ ബേസ് ചെയ്തിട്ടില്ല. പൊളിറ്റിക്കലി ഈ ഒരു കാര്യം നടന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു മാറ്റം വന്നത് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവുന്നത്, എവിടെയാണ് സപ്പോർട്ട് ചെയ്യുക, എവിടെയാണ് റെസിസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് ഇന്നും നാളെ മാർക്കറ്റിൽ നിന്ന് മാറി നിന്നത് ബുധനാഴ്ച ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും. ജാപ്പനീസ് യെന്നിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു തീരുമാനം എന്നുള്ളതാണ് എനിക്കെടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. യൂറോയിൽ വരുമ്പോൾ 1.1642412 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഉറപ്പായിട്ടും ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ന്യൂസ് യൂറോയിനെയും ഉറപ്പായിട്ടും ബാധിക്കും. അത് യൂറോപ്യൻ ലീഡേഴ്സ്, യൂറോപ്പിൽ നിന്നുള്ള തീരുമാനം എന്തായിരിക്കും, അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്തിട്ടുള്ള ചർച്ചകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് തീരുമാനം എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് തന്നെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് പറയാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും ഒരുപാട് വർഷങ്ങളായിട്ട് യൂറോപ്യൻ സോണും US-ഉമായിട്ടുള്ളൊരു ബന്ധം അത്യാവശ്യം നല്ല ബന്ധമാണ്. ഈ താരിഫ് വരുന്നതിന് മുന്നേ വരെ അവർ US എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുകൂലിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു താരിഫ് വരുന്നതിന് ശേഷമാണ് ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ അത് നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുത്ത് പോകാനായിട്ട്. അതുകൊണ്ടിട്ട് ഞാനും ഇന്നും യൂറോയിൽ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഞാൻ പറയുന്നില്ല. അതേപോലെ തന്നെ ഇത് ഞാൻ പറയാത്തത്, കഴിഞ്ഞ ആഴ്ച ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറയാനായിട്ട് പോകുന്നില്ല. ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, കാരണം നമുക്ക് കഴിഞ്ഞ ആഴ്ച നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലേ. ഗോൾഡിലൊക്കെ പക്ക എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഗോൾഡിൽ, അല്ലേ? സോ അതുകൊണ്ടിട്ട് ഈ ആഴ്ച നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരുപാട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയതല്ലേ. ഈ ആഴ്ച നമുക്ക് 2 ദിവസം എന്താകും എന്നൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു തീരുമാനം എടുക്കാം. വെറുതെ പല ആൾക്കാർക്കും മാർക്കറ്റിൽ പൈസ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂസ് വന്നു എന്നാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കും എന്ന് തീരുമാനിച്ചങ്ങ് നമ്മൾ തന്നെ അനുമാനിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, അല്ലേ? സോ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത്, മാർക്കറ്റിൽ നമ്മൾ തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാ. ഓക്കെ, വേറൊരാൾ തീരുമാനിക്കുന്നത് എല്ലാ കാര്യങ്ങളും ശരിയാ. നമ്മുടെ തീരുമാനങ്ങളും അനുമാനങ്ങളും നമുക്ക് ശരിയാ, പക്ഷെ അത് മെജോറിറ്റിക്ക് ശരിയാവണം. മെജോറിറ്റി ഇൻ ദ സെൻസ്, നമ്മൾ 100 പേര് ട്രേഡ് ചെയ്യുന്നതിനകത്ത് 98 പേരും മുകളിലോട്ട് പോകും എന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് ഇട്ടു, 2 പേര് താഴോട്ട് ഇട്ടു. 2 പേര് ചിന്തിച്ചത് കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 98 പേര് ചിന്തിച്ച രീതിയിലേ മാർക്കറ്റ് പോകത്തുള്ളൂ, അല്ലേ? 100 പേരും സെയിം പൈസ ഇട്ട് ട്രേഡ് ചെയ്യുമ്പം, അല്ലേ? സോ അങ്ങനെയാണ് മാർക്കറ്റ്. അതുകൊണ്ടിട്ട് ഈ 98 പേരും എന്താണ് ചിന്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് 2 ദിവസം വെയിറ്റ് ചെയ്യുക. കാരണം ഇത് വളരെ ഭയങ്കര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണിത്. ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ന്യൂസ് വളരെ വലിയൊരു ന്യൂസാണ്. അത് ബാക്കിയുള്ള രാജ്യങ്ങൾ എങ്ങനെ എടുക്കും, അവിടുന്ന് തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, ചർച്ചകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഇന്നത്തെ US സെഷനിലായിരിക്കും അതിൻ്റെയൊക്കെ മാർക്കറ്റിലുള്ള പ്രതിഫലനം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടിട്ട് US സെഷനിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മൾ വെറുതെ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കിയ പൈസ വെറുതെ കളയുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ, അല്ലേ? സോ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെന്ന് ഉള്ളതാണ് നമ്മളുടെ ഒരു ഇതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ, GBP UK ഏറ്റവും വലിയൊരു സുഹൃത്താണ് US-ൻ്റെ എപ്പോഴും. ഓക്കെ, സോ എപ്പോഴും ക്രിപ്റ്റോ അസറ്റ്സിന് പ്രോപ്പറായിട്ട് ഒരു ഗൈഡ് ലൈൻസും UK ഓൾറെഡി നല്ലൊരു ഗൈഡ് ലൈൻസ് ഉണ്ട്.
ഓക്കെ. സോ ആ ഗൈഡ് ലൈൻസ് ഇപ്പം US ഒരു ഗൈഡ് ലൈൻസ് വെച്ചു, അത് ഉറപ്പായിട്ടും അത് പാലിച്ചു പോകാനായിട്ടുള്ള കാര്യങ്ങളും UK ചെയ്യും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. അതുകൊണ്ടിട്ട് തന്നെ GBP ഈ ഒരു ന്യൂസ് എത്രമാത്രം അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ഓക്കെ, വെയിറ്റ് ചെയ്ത് തന്നെ മാർക്കറ്റിനെ വെയിറ്റ് ചെയ്ത് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എനിക്കറിയാവുന്ന കാര്യം ഇവിടുത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസുമാണ്. ഓക്കെ, നമുക്ക് 1.13300 കിട്ടിക്കഴിഞ്ഞാൽ, സോറി 1.133 അല്ല, 1.3300 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ബൈ, അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബൈ എന്ന് പറയുന്നത് നമ്മളുടെ GBP. ഓക്കെ, ആ ഒരു ബൈ എടുത്ത് മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് കട്ടയ്ക്ക് റെസിസ്റ്റ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ടോ, 1.3456, ഐ മീൻ 3450. ഓക്കെ, 1.3450 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ പല ടൈമിങ്ങിൽ മാർക്കറ്റ് അവിടുന്ന് റെസിസ്റ്റൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അത് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. 1.3500 മുകളിലായിട്ട് ഒരു ദിവസം മാർക്കറ്റ് അവസാനിക്കാതെ, ഒരു ഡെയിലി ക്യാൻഡിൽ അവസാനിക്കാതെ ഒരിക്കലും നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു എന്ന് പറയാൻ പോലും പറ്റില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഫുള്ള് മാർക്കറ്റ് അവസാനിച്ചത് 1.3500 താഴെയായിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബിൽഡ് ചെയ്തു എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാം. കഴിഞ്ഞ ആഴ്ച ഫുൾ അങ്ങനെ ആയിരുന്നു അല്ലേ? സോ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകണം, ഇതിൻ്റെ മുകളിലായിട്ടൊരു ഡെയിലി ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴായിരിക്കും നമുക്കൊരു ചെറിയൊരു ഇൻഡിക്കേഷൻ ദാറ്റ് മാർക്കറ്റ് ഈസ് ഗോയിങ് അപ് ട്രെൻഡ് എന്ന് പറയുന്നൊരു ഇൻഡിക്കേഷൻ പോലും ഉണ്ടാവത്തുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. എന്നും പറഞ്ഞ് ഇവിടുന്ന് ഒരു സെല്ലിലോട്ട് പോകണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. ഓക്കെ, ബൈ ഉണ്ട്, 1.3300 അടുത്ത ബൈ. ഇതിൻ്റെ ഇടയ്ക്ക് കയറി ബൈ എടുക്കാതിരിക്കുക. വേണം എന്നുള്ള ആൾക്കാർക്ക് കഴിഞ്ഞ വട്ടം ലോ പോയല്ലോ, എത്രയാണ് കഴിഞ്ഞ ആഴ്ചയൊക്കെ പോയ ലോ ഉണ്ടല്ലോ, എത്രയാണ് 1.3360. അവിടെ നിന്നൊക്കെ വേണമെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. വേണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്, ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. 1.3300 അടുത്ത് കിട്ടുമ്പം മാത്രം ബൈ ചെയ്താൽ മതി എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഇല്ലെങ്കിൽ 1.3500 മുകളിലായിട്ട് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആവണം. ഓക്കെ, ഒരു ഡെയിലി ക്യാൻഡിലെങ്കിലും ഓപ്പണായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് ബൈ കൺസിഡർ ചെയ്യാം. അതായത് 1.3500 മുകളിലായിട്ടൊരു ഡെയിലി ക്യാൻഡിൽ ഓപ്പൺ ആകണം. പിറ്റേ ദിവസം രാവിലെ 7:30 മണിക്ക് 1.3500 മുകളിലാണ് എങ്കിൽ നമുക്ക് ഏകദേശം ഒരു കാര്യം ഉറപ്പിക്കാം, മാർക്കറ്റ് മുകളിലോട്ടാണ്, അപ് ട്രെൻഡാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ബൈ എടുത്ത് മുന്നോട്ട് പോവാം. അല്ലാത്ത പക്ഷം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നേരെ നമ്മൾ ഗോൾഡിലോട്ട് പോകുമ്പോൾ 3366 എന്ന് പറയുന്ന റേഞ്ചിൽ ഗോൾഡ് നിൽക്കുന്നു. ഓക്കെ, ഇവിടുന്ന് നമുക്ക് എന്താണ്, ഇത് ഡെയിലി ക്യാൻഡിലാണ്. ഓക്കെ, അതാണ് ഇത്രയും. ഓക്കെ, അവർലി ക്യാൻഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിലൊന്നും എന്താ പറയുക, ഞാൻ ട്രേഡുകളൊന്നും വലിയ രീതിയിലുള്ള ട്രേഡുകളൊന്നും എടുത്തിട്ടില്ല. ഒറ്റ ട്രേഡ് ഒക്കെയാണ്, 2 ട്രേഡൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച എടുത്തു പോയത്. സോ നമുക്ക് ഈ ആഴ്ച എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3350 അവിടെ കഴിഞ്ഞ ആഴ്ച അവസാനിച്ചു. ഓക്കെ, കഴിഞ്ഞ ആഴ്ച അവസാനിച്ചപ്പോൾ 3350 മുകളിലായിട്ട് ഇച്ചുമുക്കു എന്ന് പറയുന്ന ടൂളാണ്, ഈ ക്ലൗഡ് എന്ന് കാണിച്ചേക്കുന്നത് ഇച്ചുമുക്കു എന്ന് പറയുന്നൊരു ടൂളാണ്. അതിൻ്റെ മുകളിലായിട്ടൊരു ക്യാൻഡിൽ ഓപ്പൺ ആയി. അതിനുശേഷം ഇതൊരു ലോങ്ങർ ടേം അപ് ട്രെൻഡിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് ഇന്നൊന്ന് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു, മൂവിങ് ആവറേജ് 100 ക്രോസ് ചെയ്യാതെ ക്രോസ് ചെയ്തതും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഇന്ന് യൂറോപ്പ് ഓപ്പൺ ആയപ്പോൾ 3360 മുകളിലായിട്ട് ഓപ്പൺ ആയി എന്നുള്ളൊരു കാര്യം കൂടെ ഗോൾഡ് അപ് ട്രെൻഡിലോട്ട് പോകാനായിട്ടുള്ളൊരു പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് 3360 മുകളിലാണ് എങ്കിൽ നമുക്ക് ഒരു 50% അല്ലെങ്കിൽ ഒരു മോർ ദാൻ 50, ഒരു 60% പോസിബിലിറ്റിയാണ് 3360 സപ്പോർട്ട് പിടിക്കും എന്നുള്ളൊരു കാര്യത്തിനകത്ത്. ഓക്കെ, വേണം എന്നുള്ള ആൾക്കാർക്ക് US മാർക്കറ്റിന് മുന്നേ ആയിട്ട് 3360 അവിടെ നിന്ന് ഒരു ബൈ എടുത്ത് US മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ ആയിട്ട്, ഇപ്പോഴല്ല കേട്ടോ, അതായത് നമ്മളുടെ അടുത്ത മാർക്കറ്റ് ക്ലോസിംഗ്, ഏഷ്യൻ മാർക്കറ്റ് ക്ലോസിംഗ് ഇന്ത്യൻ ടൈമിംഗ് 2:30 മണി, UK ടൈമിംഗ് 10 മണി. ഓക്കെ, ആ ഒരു സമയത്ത് 3360 കിട്ടിയാൽ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. 3348 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ഓക്കെ,
വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണത് എനിക്കറിയാം. പക്ഷേ എന്നിരുന്നാലും നമുക്ക് US മാർക്കറ്റിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കും. ആ ഒരു സമയത്തുള്ള പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും മാറി നിൽക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ചിലപ്പോൾ 3360 മുകളിലായിട്ട് നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഓക്കെ, 3361 അവിടെ നിങ്ങൾക്ക് ബൈ കിട്ടിയെന്ന് വിചാരിച്ചോ, 10 മണിക്കുള്ള ക്യാൻഡിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടൈമിൽ 2:30 ക്യാൻഡിൽ. മാർക്കറ്റ് ഒരു ഏഷ്യൻ യൂറോപ്പ് US സെഷൻ ഓപ്പൺ ആവുന്നതിന് മുന്നേ ഒക്കെ 3370 ലെവലിലൊക്കെ എത്തിയെന്ന് വിചാരിച്ചോ. വേണമെങ്കിൽ അവിടുന്ന് പ്രോഫിറ്റ് എടുത്ത് മാറാം. ഇല്ലെങ്കിൽ 60-65 റേഞ്ചിൽ കൊണ്ടുപോയിട്ട് നമ്മൾ 48 വെച്ചൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടല്ലോ, ആ സ്റ്റോപ്പ് ലോസ് എടുത്ത് മാറ്റി 65 കൊണ്ടുവെക്കാം. അങ്ങനെയാണെങ്കിലും നമുക്ക് $4 പ്രോഫിറ്റ്, മാർക്കറ്റ് താഴോട്ട് വന്നാലും നമുക്ക് ഈ $4 പ്രോഫിറ്റ് കിട്ടും. വീണ്ടും 60 ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. US സെഷനിലല്ല, നാളെ വീണ്ടും കിട്ടുകയാണെങ്കിൽ. കാരണം മാർക്കറ്റ് 80 വരെയാണ് ഇന്നത്തെ ഈ ആഴ്ചത്തെ റേഞ്ച് എന്ന് പോലും കൺസിഡർ ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, ചിലപ്പം ഇന്നത്തെ ന്യൂസും ഇന്നത്തെ ചർച്ചയൊക്കെ കാരണം ചിലപ്പോൾ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എങ്കിൽ 400 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാനായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. നിങ്ങളുടെ ഇഷ്ടമാണ്. 3360 നമ്മൾ ബൈ ചെയ്താൽ 3378 വരെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ 3300 സ്റ്റോപ്പ് ലോസ് 3348 വെച്ച് സ്റ്റോപ്പ് ലോസ് എടുത്ത് മാറ്റി 3365 വെക്കാം. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകാൻ നേരത്ത് 3365 വന്നിട്ട് എന്താവും, കട്ടാവുകയും നമുക്ക് അത്രയും ആ കിട്ടിയ പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിലായിട്ട് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. എന്താ പറയുക, ഹൈലി വോളറ്റൈൽ സിറ്റുവേഷൻ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് US സെഷനിൽ. എൻ്റെ റെക്കമെൻഡേഷൻ എന്താ വെച്ചാൽ 2 ദിവസം വെയിറ്റ് ചെയ്ത് ബുധനാഴ്ച നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോകാം എന്നുള്ളതാണ്. മാർക്കറ്റിൻ്റെ റേഞ്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ റേഞ്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇല്ലാത്തുള്ള ആൾക്കാർക്ക് ഞാനിപ്പോൾ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം എടുത്തു പോകാവുന്നതുമാണ്. ഓക്കെ, ഈവൻ JP ബൈയിൽ 148 ബൈ ഓക്കെയാണ്. യൂറോയിൽ ഇപ്പോഴല്ല 1.1500 ബൈ ഓക്കെയാണ്. ഓക്കെ, ഗോൾഡിൽ 3360 ബൈ ഓക്കെയാണ്. ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്തോളാം എന്നൊക്കെ ഓർപ്പിച്ചുകൊണ്ട്, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ക്രാഷ് കോഴ്സ് വേണമെന്നുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ നമ്പർ കൊടുക്കുക, കോൺടാക്ട് ചെയ്യാൻ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.